ഇതാണ് ഞാൻ പറഞ്ഞ പടവലം പാവലൊക്കെ കിടക്കുന്നത് പറയുന്നത് വയലാണ്. പാവലുണ്ട് പടന്ന് തുടങ്ങിയിട്ടുണ്ട്. പാവൽ പൂത്ത് തുടങ്ങി നിറയാം. പൂത്ത് തുടങ്ങിയിട്ട് പയറുണ്ട് പൂത്ത് നിൽക്കുകയാണ്. പയറിങ്ങനെ പൂത്തുകൊണ്ട് പാവലും പൂത്ത് പണിയായി. ഞാൻ പറഞ്ഞില്ല വലയൊക്കെ ഇങ്ങനെ പറ്റാനല്ലോ. ആ പന്നിയൊന്നും കയറാതിരിക്കേണ്ട വലയിൽ കൂടാണ് ഇങ്ങനെ ഇത് പയറും പുറത്തേക്കിട്ടിരിക്കുന്നത്. ഇനി അടുത്ത മാസം തൊട്ട് അടുത്ത ആഴ്ച തൊട്ട് 2 ആഴ്ച 2-3 ആഴ്ച കഴിയുമ്പം വിളവെടുക്കാൻ തോന്നും. ഓണത്തിന് 8 മണിക്ക് ഇറങ്ങിയതാ. ഓണത്തിന് നോക്കാം. അതിൻ്റെ മുമ്പ് ഓണം കഴിഞ്ഞാലും വിളവെടുക്കാം. ഇതിൽ പാവലുണ്ട്. ഞാൻ പറഞ്ഞ വലയുടെ ഇപ്പുറത്തെ ഒരു ചെറിയൊരു വള്ളി വെച്ചൊരു പന്തൽ പോലെ ഇട്ടിട്ട് അതിനകത്ത് പാവൽ വരട്ടിയിരിക്കുന്നത്. എല്ലാം ഉണ്ടല്ലോ. ഇതെല്ലാം പൂക്കണിയുടെ വളമാണ്. പാവലിൻ്റെ പൂക്കണിയായിരുന്നു. വെന്തൈ നട്ടിട്ടുണ്ട്. നമ്മളിവിടെ ഒരു കൃഷിയിടയ്ക്ക് വെന്തൈ നട്ടിട്ടുണ്ട്. ഇത് ഓണം കഴിഞ്ഞാൽ പൂക്കത്തുള്ളൂ. ഓണത്തിന് പൂക്കത്തില്ല. ഇവിടെ എല്ലാം പാവൽ നല്ല പൂവായിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു അതിശയം ഒരു പാവയ്ക്ക പിടിച്ചു ഞങ്ങൾക്ക്. ഓണത്തിന് മുമ്പ് ഈ ഓണത്തിന് അടുത്ത ആഴ്ച മുതൽ പാവയ്ക്ക വെച്ച 2 ആഴ്ച കഴിഞ്ഞ് പാവയ്ക്ക വെച്ച 2 പാവയ്ക്ക. അതിശയം ഭയങ്കര അതിശയം. 2 പാവയ്ക്ക. അതിശയം കൊണ്ട് കഴിഞ്ഞു ഞങ്ങൾ പാവയ്ക്ക കൊണ്ട് വിളയാടുകയാണ്. മുതൽ നിങ്ങൾക്കും വേണമെങ്കിൽ ഇതുപോലെ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളും ഇതേമാതിരി ഇരിക്കും. ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് കണ്ടത്തിലൊക്കെ പന്നി കയറാതിരിക്കാനൊക്കെ കണ്ടത്തിലും കഴിക്കുന്ന പന്നി കയറാതിരിക്കാൻ വേണ്ടി വട്ടം പോലെ വലണ്ടല്ലോ. ഇതേ വല വലിയ വട്ടത്തിൽ വസ്തുവിൻ്റെ വട്ടം കൃഷിയുടെ വട്ടവും ഒരു വേലി പോലെ ആക്കി ചെയ്തേക്കുന്നത്. അല്ല ഞാൻ പറഞ്ഞപ്പം നിങ്ങൾക്കെല്ലാം പിടിച്ച് ഒന്നും ആരുടെ മറുപടി ആരും പറഞ്ഞില്ല. പയറും പാവലൊക്കെ കൂടാന്ന് പറക്കുന്നത്. ഇവിടെ സ്ഥിരം പന്നി ഇന്നലെയൊക്കെ പന്നി ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും പന്നിയുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കാണ് പാവലും പടർന്നു കിടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് പാവയ്ക്കും പാവലും പടർന്നു കിടക്കുന്നത്. ഇത് പുതിയ അതിശയമാണ്. ഞങ്ങൾക്ക് പുതിയ ജീവൻ വെച്ചേക്കുവാണ്. അതിനകത്ത് പുതിയ ജീവൻ വെച്ചേക്കുവാണ്. പുതിയ കൃഷി തുടങ്ങിയെന്ന്. കഴിഞ്ഞ കൊല്ലം ഇട്ടപ്പോൾ ഒന്നും കിട്ടിയില്ല. കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ ആയപ്പോൾ പന്നി കയറി നാശമാക്കി. പന്നി കയറി പൊളിച്ച് എല്ലാം പോയി. ഇവിടുത്തെ പഞ്ചായത്തുകാരൊന്നും ഈ പന്നിയെക്കുറിച്ചൊന്നും ആലോചിക്കുന്ന പോലുമില്ല. പന്നി ഓടിക്കാനുണ്ട് എന്തെങ്കിലും ആർക്കും ചെയ്യാൻ ഏറെക്കുളം പഞ്ചായത്തിലുള്ള ആൾക്കാരിന് ഏറത്ത് പഞ്ചായത്ത് ഞങ്ങളുടെ പഞ്ചായത്ത് ഏറെക്കുളമാണ് സ്ഥലം. സ്ഥലം അതിനകത്ത് കോടിയാട്ട് വയലാണ്. കോടിയാട്ട് വയലിൽ പാവയ്ക്ക പിടിച്ച് പാവൽ പടർന്നു. ചീര കണ്ടിക്കലായി. ചീര അടുത്ത ഈ ആഴ്ച കണ്ടിച്ചു തുടങ്ങാം. എല്ലാ കൃഷികളും ഇടവളർത്തിയാണ് ഞങ്ങൾ നട്ടിരിക്കുന്നത്.
ഉണ്ടോ ആണോ പടവലം കായ്ച്ചില്ല, പടവലം പൂത്തിട്ടുണ്ട്. കുഞ്ഞൊരു പൂവുണ്ട്. ആണ് ഉണ്ട് പടവലത്തിൻ്റെ പൂവുണ്ട്. ഉണ്ടോ ഉണ്ടോ എന്താണ് കൃഷിക്കാർ, ഇതാണ് ഏനാത്തിൻ്റെ വിജയം. കോടിയാത്തിൻ്റെ വിജയമായി വന്നിരിക്കുന്നു. ഞങ്ങൾ കോടിയാത്ത് വിജയം വന്നു. ഞാൻ അന്ന് വീഡിയോ നിങ്ങളാരും ഒന്നും പറഞ്ഞില്ല, ഒന്നും ലൈക്ക് ചെയ്ത് പോലും ചെയ്യില്ല. എന്നെ ഒരു സഹായവും നിങ്ങൾ കുറച്ച് പേരൊക്കെ ചെയ്തുള്ളൂ. ആരും അങ്ങനെ സഹായിച്ചില്ല. എന്നിട്ടും ഒരു പാവലും എല്ലാ കൃഷി ഇടവരെത്തി അതൊക്കെ വെളിയിൽ അതിശയം. പടവലങ്ങ കായ്ച്ചിരിക്കുന്നു, പടവലങ്ങ പൂർത്ത് കായ്ച്ചിരിക്കുന്നു. 1 2 കണ്ടോ, പടവലങ്ങ കായ്ച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് പ്രത്യേക അതിശയമായിരിക്കുന്നു പടവലങ്ങയുടെ വിജയം. ഈ കൃഷിയുടെ വിജയമായി തീർന്നു. ഈ പന്നിക്ക് മുമ്പിൽ ഞങ്ങൾ കീഴടങ്ങത്തില്ലെന്ന് ഒന്നുകൂടെ ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നു. പന്നിയായാലും പട്ടിയായാലും കീഴടങ്ങത്തില്ലെന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു. പന്നിയായാലും പട്ടിയായാലും ഞങ്ങൾ അവരുടെ മുമ്പിൽ കീഴടങ്ങത്തില്ലെന്ന് തെളിയിച്ചിരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഇങ്ങനെ ചെയ്ത് നോക്കൂ. കറണ്ട് വേലിയൊന്നും വേണ്ട. കറണ്ട് വേലി അടിച്ചു കഴിഞ്ഞാൽ പല പേരും കറണ്ടടി കൊണ്ട് ചാവുമെന്നൊക്കെ വാർത്തയൊക്കെ കേൾക്കാം. എല്ലാ ചാനൽ വാർത്തകളായിട്ടും കേൾക്കാം. അതൊന്നുമില്ലാതെ ഞങ്ങൾ പന്നിയുണ്ട സ്ഥലത്ത് തന്നെ പാവലും പടവലവും പടത്ത് കായ്ച്ച് തുടങ്ങിയിരിക്കുന്നു. 2 വട്ടം വന്ന് ഞാൻ അവരെ കാണിച്ചു. നിങ്ങൾക്ക് എല്ലാം കായ്ച്ചുണ്ടോ? ഉണ്ടോ ചീരയും കണ്ട് ചുവന്നീരയുണ്ട്. ഏനാത്തിൻ്റെ വിജയമായി കോടിയാട്ട് പായലിലെ വിജയമായി മാറിയിരിക്കുകയാണ് ഈ പാവലും പടവലവും. പയറും കഴിച്ചു തുടങ്ങിയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ പയറൊക്കെ പൂക്കണിയായി. ഇത്ര നാളായി ഈ വീഡിയോ ആരംഭിച്ചാൽ എൻ്റെ അടുത്ത് ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഈ പാത്തിയൊക്കെ വൃത്തിയാക്കിയാണ് ഇതൊക്കെ ഞങ്ങൾക്ക് വന്ന് കാണിച്ചതിന് പാത്തിയൊക്കെ പിന്നെ കോടിയാട്ട് വരിയിൽ പന്നിക്ക് മുമ്പിൽ കീഴടങ്ങത്തില്ലെന്ന് ഞങ്ങൾ പ്രത്യേകമായി തെളിച്ചിരിക്കുന്നു. പന്നിക്ക് മുമ്പിൽ ഒരിക്കലും കീഴടങ്ങത്തില്ലെന്ന് ഞങ്ങൾ തെളിച്ചിരിക്കുന്നു. പന്നിക്ക് മുമ്പിൽ കീഴടങ്ങത്തില്ലെന്ന് തെളിച്ചിരിക്കുന്നു. പാവയ്ക്ക പിടിച്ചു, പാവൽ പൂത്ത്, പടവലം കായ്ച്ചു. ഇത് ഉണ്ടോ? ഇതാണ് പാവൽ. ഇതാണ് ഞങ്ങൾ കൃഷി. ഇതാണ് പടം. കോവലും പയറും കൂടെ ഒരുമിച്ച് ഞങ്ങൾ നട്ടത്. എല്ലാ കൃഷിയും ഇടവരുത്തിയാണ് നട്ടിരിക്കുന്നത്. പാവൽ കായ്ച്ചു വന്നിരിക്കുകയാണ്. പാവൽ കായ്ച്ചു കൊണ്ടിരിക്കുന്നു. പാവൽ പ്രത്യേകമായി പാവലിന് മുണിരിപ്പുണ്ടായിരുന്നു. ഈ ചെറിയ രോഗം ഉണ്ടായിരുന്നു. ആ രോഗമൊക്കെ കുറച്ചൊക്കെ രോഗമില്ല മാറിയെന്ന് തോന്നുന്നു. മുണിരിപ്പ് രോഗം ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഈ വർഷം ആയില്ല, നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ ഒന്ന് വീഡിയോ എടുത്ത് ഈ ചാനൽ തുടങ്ങിയിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ കോവലും പടന്നു പോകണോ. ഇതാണ് വെന്തിത്തൈ ഇവിടെ എൻ്റെ വട്ടം നട്ടിട്ടുണ്ട്. ഓണം കാണുമ്പോൾ വെന്തിയും കായ്ച്ച് പൂത്തിരിക്കും ഇവിടെ.
ഓണത്തിന് കിട്ടത്തില്ല, ഓണം കഴിയുമ്പോഴേ കിട്ടത്തുള്ളൂ. ഉണ്ടോ പയർ, ഉണ്ടോ ഉണ്ടോ ഉണ്ടോ. പന്നിക്കൊമ്പ് കീഴടങ്ങത്തില്ലെന്നാണ് ഞങ്ങൾ ഒന്ന് കൊടിയാട്ട് കൊടിയാട്ട് കൃഷിക്കാർ തെളിച്ചിരിക്കുന്നു. കൃഷിക്കാരെന്ന് വെച്ചാൽ ദാമോദരൻ കൃഷിക്കാരൻ തിളച്ചിരിക്കുന്നു. ദാമോദരൻ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ. ദാമോദരൻ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ തിളച്ചിരിക്കുന്നു. പന്നിക്കൊമ്പ് കീഴടങ്ങത്തില്ലെന്ന്, പന്നിക്കും പട്ടയ്ക്കും മുമ്പ് കീഴടങ്ങത്തില്ലെന്ന് എൻ്റെ അച്ഛൻ തിളച്ചിരിക്കുന്നു. ഉണ്ടോ പാലുണ്ടോ, ഞങ്ങൾ തിളച്ചിരിക്കുകയാണ്. ഉണ്ടോ 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 പാവലിങ്ങനെ പടർന്നു വരികയാണ്. ഓണം കഴിയുമ്പോൾ ഉണ്ടോ പയർ കായ്ച്ചുണ്ടോ, പയർ കൊണ്ട് കായ്ച്ച് ഇത്രയായി. ഓണത്തിന് എല്ലാ ചെറിയ ഓണത്തിനായിട്ട് കിട്ടത്തില്ല. ഓണം ഒരു മാസമേ ഉള്ളൂ, അതുകൊണ്ട് ഓണത്തിനായിട്ട് കിട്ടത്തില്ല. അതൊക്കെ കിട്ടും. പാവല് ഉണ്ടോ, പടവലം പടർന്നു വിടുന്നുണ്ടോ, പടവല കായ്ച്ച്. പന്നിക്കൊമ്പ് കീഴടങ്ങാതെ ഏനകത്ത്, പന്നിക്കൊമ്പ് കീഴടങ്ങാതെ ഏനത്തുണ്ടാ കോഴിയാട്ട് വയലിൽ താമസിക്കുന്ന എൻ്റെ അച്ഛനായ ദാമോദരൻ തിളച്ചിരിക്കുന്നു. പന്നിക്കൊമ്പ് ഞങ്ങൾ കീഴടങ്ങത്തില്ലെന്ന് തിളച്ചിരിക്കുന്നു. ഉണ്ടോ പാവല് പാവല്. ഇവിടെ ചെറിയൊരു മുടിയിരുപ്പ് രോഗമുണ്ട്, അതിന് മരുന്നടിച്ചിട്ടുണ്ട്. അതിന് മരുന്നുണ്ട് മാറാൻ വേണ്ടി. ഈ മൂട് നിൻ്റെ പറ്റിയൊരു പിടിയില്ല. ആ മൂട് അപ്പുറത്തെ പണിക്കാം. ഈ കണ്ടവരൊക്കെ ഇങ്ങനെ. അല്ലാതെ ഞങ്ങളുടെ കൊച്ചു പാറു അതൊക്കെയാണ്. കൊച്ചു പാറു വലിയ പാറിന് ചെറിയ അസുഖമുണ്ടായി. ചെറിയ അസുഖം അല്ലല്ലോ, ഒരു 2 മാസത്തോളം ചികിത്സിച്ച് ഡോക്ടറിന് എന്നും ഇഞ്ചക്ഷൻ എടുത്ത് ചികിത്സിച്ച് എന്നിട്ടും ശരിയാകത്തില്ല. ഒരു ചെടിയിൽ എന്തോ സാധനം തിന്ന് അങ്ങനെ ഇതായിപ്പോണ്ട്. ഇത് ഞാൻ പറഞ്ഞത് കണ്ടത്തിൻ്റെ കണ്ടത്തിൻ്റെ വട്ടം കൃഷി എൻ്റെ വട്ടം വലവട്ടി രണ്ടിടത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പന്നിയൊന്നും കയറത്തില്ലെന്ന് അന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുപോലെ ഉണ്ടോ വല കെട്ടിയിട്ടുണ്ട്. ആ വലയാണ് ഇത്. ഉണ്ടോ ഉണ്ടോ പടവലത്തിൻ്റെ ഉണ്ടോ, പടവല നല്ലോണം പടർന്നിരിക്കുന്നു. ഞാൻ 2-3 ദിവസം വരുമെന്ന് വെച്ച് ഇവിടെ വരാണ്ട വർഷം പറ്റിയില്ലായിരുന്നു. പറ്റിയില്ലാന്ന് വെച്ചാൽ ഇവിടുത്തെ ചെറിയ പണി വീട്ടിൽ പശുവിനെ നോക്കാനല്ലാതെ പണികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മഴയൊക്കെ ആയിരുന്നു, അതുകൊണ്ടൊക്കെ ആണ് ഇവിടെയൊക്കെ കൊണ്ട് വരാത്തത്. ഉണ്ടോ ഇതുകൊണ്ടോ, ഇതാണ് പടവലം ഉണ്ടോ ഉണ്ടോ. ഏനാത്ത് കൊടിയാട്ട് വഴികൾ. ആ മഴ പെയ്തേ.